ഒരു കിടിലൻ ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പിയാണത്. നല്ല ടേസ്റ്റോട് കൂടിയും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ചമ്മന്തിപ്പൊടിയാണത്. ഉണക്കച്ചെമ്മീൻ വെച്ചിട്ടാണ് ഈ ചമ്മന്തിപ്പൊടി റെഡിയാക്കി എടുത്തിട്ടുള്ളത്. വിദേശത്തുള്ളവർക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു ഐറ്റമാണത്. ഞങ്ങളൊക്കെ ഇങ്ങോട്ട് ലീവ് കഴിഞ്ഞ് വരുമ്പോൾ അവിടെ നിന്ന് നാട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരാറാണ്. ഇപ്രാവശ്യം ഞാൻ വരുമ്പോൾ ഉണ്ടാക്കി കൊണ്ടുവന്നില്ല. പകരം ഉണക്കച്ചെമ്മീനാണ് കൊണ്ടുവന്നിട്ട് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടുന്ന് ചെയ്തിട്ട് അതിൻ്റെ വീഡിയോ എടുത്തിട്ടാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. നല്ല ടേസ്റ്റുള്ള ഒരു ചമ്മന്തിപ്പൊടിയാണ്. മസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആദ്യം ചെമ്മീനെ റെഡിയാക്കി എടുക്കണം. ഉണക്ക ചെമ്മീനെ റെഡിയാക്കി എടുക്കണം. പൊടികളൊന്നും ഇല്ലാത്ത വിധത്തിലെല്ലാം റെഡിയാക്കി എടുക്കണം. എനിക്കിതിലൊന്നും റെഡിയാക്കി എടുക്കാനില്ല. നാട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് കഴുകി ഉണക്കിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അതേപോലെ വലിയ ചെമ്മീൻ തന്നെ തിരഞ്ഞെടുക്കണം, എങ്കിലേ ചമ്മന്തിപ്പൊടി നന്നായിട്ട് ഇരിക്കുള്ളൂ. ഇതേപോലെ പൊടിയായിട്ടുള്ള ഉണക്ക ചെമ്മീൻ വെച്ചിട്ട് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി കഴിഞ്ഞാൽ മിക്സിയിലൊക്കെ ഇട്ട് കറക്കുമ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞു പോകും. അപ്പോൾ വലുത് നോക്കിയിട്ട് തിരഞ്ഞെടുക്കുക. ഇനി ചെമ്മീനെ വറുക്കാനായിട്ട് സ്റ്റൗവിലൊരു പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ചെമ്മീനെല്ലാം ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. സ്റ്റൗ ഫ്ലെയിം കൂട്ടി വെക്കരുത്, അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും, വറവ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ ക്രിസ്പി ആയിട്ട് തന്നെ വറുത്തെടുക്കണം, എങ്കിലേ ചമ്മന്തിപ്പൊടിക്ക് ടേസ്റ്റും ഉണ്ടാവുള്ളൂ, അതേപോലെ കേട് വരാതെ ഇരിക്കുള്ളൂ. വറവായിട്ടില്ലെങ്കിൽ പെട്ടെന്ന് കേട് വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് വറുത്തെടുക്കുക. അതേപോലെ നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ ചെമ്മീൻ വാങ്ങിച്ചിട്ട് നന്നായി കഴുകിയിട്ട് ഉണക്കിയിട്ട് കൊണ്ടുവരാൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വറുത്തിട്ട് നേരെ കറിയിൽ ഇട്ട് കൊടുത്താൽ മതി. പിന്നീട് കഴുകാൻ നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ചമ്മന്തിപ്പൊടിക്ക് അങ്ങനെ കഴുകിയിട്ട് ഇടാനും പറ്റില്ല, നനവുണ്ടെങ്കിൽ പെട്ടെന്ന് പൂത്തു പോകും ചമ്മന്തിപ്പൊടി. അപ്പോൾ ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കണം. അപ്പോൾ അതുകൊണ്ട് കഴുകി ഉണക്കി എടുത്തിട്ട് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുകയാണ് ഏറ്റവും നല്ലത്. കേടുവരാതെ തന്നെ ഒരുപാട് നാളിരിക്കും. ഇത് നന്നായിട്ടൊന്ന് ക്രിസ്പി ആയിട്ട് തന്നെ എടുക്കണം. ഇതിങ്ങനെ പൊടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ പൊടിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ ആ ഒരു പരുവത്തിനെടുത്താൽ മതി. ഇനി സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ആ പാത്രത്തിൽ തന്നെ വെച്ചിട്ട് ഇതേപോലെ ഒരു ഗ്ലാസിൻ്റെ അടിഭാഗം വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഉടച്ച് ഞരടി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ തലയെല്ലാം അങ്ങ് പൊട്ടിപ്പോയിക്കോളും. അപ്പോൾ അത് ഒരു ഡിസ്റ്റർബാണ് ചമ്മന്തിപ്പൊടിയൊക്കെ കഴിക്കുമ്പോൾ. അപ്പോൾ അത് കളയാനായിട്ടാണ് ഇങ്ങനെ ഞരടി കൊടുത്തിട്ട് കളയുന്നത്. ഇനി അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ സെയിം പാനിലേക്ക് തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 12 എണ്ണം എടുത്തിട്ടുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. ഇതിനത്ര എരിവില്ല. എരിവിനായിട്ട് പകരം ഞാൻ കുറച്ച് മുളകും പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊന്ന് വറുത്തെടുക്കണം. ഇതിനൊന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. വറവെത്തിയിട്ട് നല്ല ബ്ലാക്ക് കളറാവണം മുളകിന്, എങ്കിലേ ചമ്മന്തിപ്പൊടിക്ക് നല്ലൊരു കളർ ഉണ്ടാവുള്ളൂ. ഇനി അതിലേക്ക് പുളി ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കുരുവെല്ലാം കളഞ്ഞിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുള്ള പുളിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുളി തന്നെ ഇട്ട് കൊടുക്കുക. പുളി ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇതിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. എന്നാലും ഒത്തിരി പുളി ആവരുത്, അപ്പോൾ ചമ്മന്തിപ്പൊടിക്ക് അത്ര അങ്ങ് ടേസ്റ്റ് വരില്ല. പുളിയായിരിക്കും കൂടുതൽ വരിക. അപ്പോൾ ഒരു സാധാ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കണ ചമ്മന്തിപ്പൊടിക്കൊക്കെ എടുക്കണ അതേ ഒരു പുളി തന്നെ മതി. ഇനി അതും കൂടി ഇതിലിട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. പുളിക്ക് നന്നായിട്ട് വറവ് എത്തണം, എങ്കിലേ ഇത് പൊടിച്ചെടുക്കുമ്പോൾ പൊടിഞ്ഞു വരുള്ളൂ. അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കഷ്ണം കെടുക്കും. നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ മുളകും പുളിയും കൂടിയിട്ട് ഇട്ട് കൊടുക്കുക. പുളിയിൽ നിന്ന് ഒരു ചെറിയൊരു കഷ്ണം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ആവശ്യമുണ്ടെങ്കിൽ അടുത്ത ട്രിപ്പിൽ ഇട്ട് കൊടുക്കുക. ഇനി ഇതിനൊന്ന് അടിച്ചെടുക്കുക. ഒരു തരിപ്പോട് കൂടിയിട്ട് വേണം അടിച്ചെടുക്കാനായിട്ട്. ഒത്തിരി അങ്ങോട്ട് പൊടിയാക്കി കളയരുത്. ഈ ഒരു പരുവത്തിന് വേണം എടുക്കാനായിട്ട്. ഇനി അടുത്തത് ചെമ്മീനെ പൊടിച്ചെടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പുളിയും കൂടി ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ അടിച്ചെടുത്തത് നോക്കുമ്പോൾ അതിൽ പുളി കുറവാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പുളിയുടെ ഒരു കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള പുളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഉണക്കച്ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 കപ്പ് ഉണക്കച്ചെമ്മീനുണ്ട്. ഇതിൻ്റെ തലയെല്ലാം മാറ്റിയെടുത്തതിൻ്റെ ശേഷം ക്ലീൻ ചെയ്തതിൻ്റെ ശേഷം 2 കപ്പാണ് വരുന്നത്. നേരത്തെ നമ്മളിങ്ങനെ ഗ്ലാസ് വെച്ചിട്ട് ഞരടി എടുത്തില്ലേ, അതിനൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ക്ലീൻ ചെയ്തെടുക്കണം. അതിൻ്റെ പൊടി ഭാഗം തലഭാഗമൊക്കെ കളഞ്ഞിട്ട് വെറും ചെമ്മീനെ മാത്രം മാറ്റിയെടുക്കണം. അങ്ങനെയുള്ളതാണിത്. അങ്ങനെ മാറ്റിയെടുത്തപ്പോൾ 2 കപ്പ് കിട്ടിയിട്ടുണ്ട്. അതിൽ 1 കപ്പ് ഞാൻ മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ബാക്കി വന്ന ഈ 1 കപ്പ് ഞാൻ പൊടിക്കാതെ അങ്ങനെ വെച്ചിരിക്കുന്നത്. ഇനി സ്റ്റൗവിലൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുക്കരുത്, എണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ആകുമ്പോൾ അതിൽ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ ഒത്തിരി നാൾ കേടുവരാതെ തന്നെ ഇരിക്കും.
ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഉണക്കമുളക് വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉണക്കമുളക് ക്രഷ് ചെയ്തതൊക്കെ അതിൽ നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ചതിൽ മുളകിൻ്റെ കുറവ് തോന്നുന്നുണ്ടെങ്കിൽ ഇതിൽ ഉണക്കമുളക് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുത്താൽ മതി. 1 ടീസ്പൂൺ മുളക് പൊടി, എരിവുള്ളതാണ് ഇത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നേരത്തെ നമ്മൾ കാശ്മീരി ആയതുകൊണ്ട് അതിന് എരിവ് കുറവാണ്, അതുകൊണ്ട് 1 ടീസ്പൂണ് എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള മുളകും പുളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇതിനൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ ശേഷമാണ് ചെമ്മീൻ പൊടി ഇട്ട് കൊടുക്കുന്നത്. ഈ സമയത്ത് ഉപ്പുണ്ടോയെന്നൊക്കെ നോക്കണം. നേരത്തെ ഞാൻ പൊടിച്ചപ്പോൾ അതിൽ ഉപ്പിട്ടിരുന്നു കേട്ടോ, അത് പറയാൻ കൂടി മറന്നുപോയി. നമ്മൾ മുളകും പുളിയും കൂടി പൊടിക്കുമ്പോൾ അതിൽ ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഉപ്പിട്ട് കൊടുത്തിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട്. അത് ഞാൻ വിട്ടുപോയതാണ് പറയാൻ. അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കുക. ഒരെണ്ണം പൊടിച്ചതും ഒരെണ്ണം പൊടിക്കാതെ അങ്ങനെ 2 ഇതിലാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എങ്കിലിത് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി വരുമ്പോൾ ഈ ചെമ്മീനൊക്കെ നമുക്ക് ഇങ്ങനെ കാണുന്ന പരുവത്തിൽ കൊടുക്കണമെങ്കിൽ ഒരു ട്രിപ്പ് അടിക്കാതെ തന്നെ ഇട്ട് കൊടുക്കണം. ഒരെണ്ണം അടിച്ചിട്ട് നമുക്ക് അതിനെ പൊടിച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഈ സമയത്തൊക്കെ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് തരി കൊടുക്കാൻ ഇട്ട് കൊടുക്കരുത്. നന്നായി പൊടിച്ചിട്ടുള്ള ഉപ്പ് തന്നെ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഉപ്പിൻ്റെ തരി കെടുക്കും. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ എണ്ണയുടെ കുറവ് വരുന്നുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഒത്തിരി അങ്ങോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കണ്ട, എങ്കിലും ആവശ്യത്തിനുള്ള എണ്ണ വേണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അതേപോലെ തന്നെ സ്റ്റവ് എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിവശമെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകും, ഇതിൻ്റെ മസാലകളെല്ലാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് വിളമ്പിയെടുക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു ചമ്മന്തി പൊടിയുടെ റെസിപ്പിയാണിത്. തേങ്ങ ഒന്നും ഒട്ടും ചേർക്കാതെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് നാൾ കേടുവരാതെ ഇരിക്കും. ഫ്രിഡ്ജിലൊക്കെ ആണെങ്കിൽ 1 വർഷം വരെ ഇരിക്കും. ഞങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് 1 വർഷം വരെ ഫ്രിഡ്ജിലൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അതേപോലെ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്തേക്കണേ.